പാമ്പിനെ വെച്ച് കൊടുത്താൽ പാമ്പ് തിന്നും. ആ കല്ലും കൊണ്ട് തരും. ഇത് ഒറിജിനാലിറ്റി കോയിമുട്ടാണ്, മാജിക് കോയിമുട്ടല്ല. നിങ്ങൾ പാമ്പ് വരും വിടാം. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യും. പാമ്പ് ഞാൻ കോയിമുട്ട വാങ്ങിച്ച് തിന്നാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ പാമ്പ് വായ തുറക്കുമ്പോൾ ചോദിച്ചു കൊടുക്കും. അത് ഒന്നും ചെയ്യില്ല. പ്ലേറ്റ് വെച്ചു അങ്ങനെ ആദ്യം ചെയ്യാം കേട്ടോ. പ്ലേറ്റ് ഇവിടെ വെച്ചാ പോരാ. അടുത്ത് ആ ശരി വിളിക്കട്ടെ. ഞാനിവിടെ ഇരിക്കാം. നിങ്ങളെ പേര് കാരിതല്ലേ? വിളിക്കാം. കയ്യിൽ കോഴിമുട്ട ഉണ്ടല്ലോ, അതിന് നിങ്ങൾ കല്ലിൽ ഊതിയാൽ മാറി അതിലൊരു 3 ഊത്ത് ഊതണം. ഊതിയ ഞങ്ങൾക്ക് ഊത്താണ് വലുത്. തൊലച്ചാണ് ഏത് തങ്ങളായാലും വെളിച്ചപ്പാട്ട് ഊത്തിലാണ് ഗംഭീരം. എത്ര ഊത്താ ഊതിയത്? 3 ഊതിയോ? പാമ്പിനെ നിങ്ങൾ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പൊ പാമ്പ് എന്താ വരാത്തറിയാം. അഥവാ പാമ്പ് വരികയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട കണ്ടാൽ നിങ്ങളെ ഓടിക്കുക. അതിന്റെ ആഹാരമാണ് കോഴിമുട്ട. കയ്യിൽ മൂടിക്കോടി ഒരു കയ്യിൽ അമർത്തല്ലൂടെ ചമ്മന്തിയാവും. അങ്ങനെയല്ല, ഒരു കയ്യിൽ മൂടും. ഇടത്ത് കയ്യിൽ തുടരുത്. അത് വൃത്തികെട്ട കയ്യാണ്. വലത് കയ്യിൽ മൂടണം. എന്ത് കാണും? സാധനം കാണുന്നുണ്ട്. സാധനം തരാം. ഇത് എൻ്റെ അമ്മയും തന്ന സഞ്ചിയാണ്. മരുമകന് തോന്നുമ്പോ മുട്ട ഇതിലിട്ടാൽ പറ്റില്ല. സഞ്ചിയാണ് കേട്ടോ, മുട്ടേണ്ട സഞ്ചിയാണ്. ഇതിന്റെ ഉള്ളില് അത് അവര് തിന്നുകുട്ടി ഉണ്ടാക്കി തന്നതാണ്. എന്റെ പാൻറ് ഇതിന്റെ ഉള്ളില് അത് ഇടണം. വായി പൊത്തിപ്പോയി സഞ്ചിന് വായി ഞാൻ മറന്നു പോകുന്ന ചേട്ടാ, സോറി ചേട്ടാന്ന് വിളിക്കണോണ്ടൊന്നും ചേർന്നത്. നാടുകരങ്ങളായതുകൊണ്ട് എല്ലാവരും ബഹുമാനിച്ച് പഠിച്ചു പോയി. ഹലോ സുഖം തന്നെ എന്ന് ചോദിക്കണമെങ്കിൽ 10,000 രൂപയുടെ ചിലവൊന്നുമില്ല. തലരാത്രി പോണത് മോശമാണ്. കോഴിമുട്ട ഉണ്ടല്ലോ സഞ്ചിനുള്ളിൽ. മുട്ട ആരെയാണ്? എൻ്റെ. ഹലോ സ്ത്രീകളെല്ലാം കളിയാക്കരുത്. കോഴിമുട്ടാണ് പറഞ്ഞത്. കോഴിമുട്ടാന്ന് പറഞ്ഞു എടുത്തു വയ്ക്കും. നിങ്ങളുടെ മുട്ടാന്ന് പറഞ്ഞാൽ മോശം. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 50 വരെ. 9 വരെ പഠിച്ച ആൾക്ക് സാധനം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓ അങ്ങനെയാണ്. ഞാൻ വന്ന എന്റെയാണ് രംഗമാരെ മാജിക്കിന്റെ കോമഡിയാണ്. ഒന്നും കരുതരുത്. സാധനം കയ്യിലുണ്ടോ? ഇവിടെ ഇത് മോഹൻലാൽ പണ്ട് ചോദിച്ചതാ. സാധനം കയ്യിലുണ്ടോ? അതിലുണ്ടല്ലോ. കളയരുത്. ഞാൻ പാമ്പിനെ കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പരിപാടി കാണുമെങ്കിൽ തുറന്നു നോക്കിയാൽ മാജിക്കിന്റെ പരിപാടി കൂടി. ശരി, നിങ്ങൾ കാര്യം നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ കോഴിമുട്ട കയ്യിൽ മുട്ടും. കൈ ഉള്ളിലേക്ക് വിട്ടിട്ട് ഈ കോഴിമുട്ടനെ ഇങ്ങനെ ഈ കൈ ഉള്ളിലേക്ക് വിടും. വിടരുത്. ചേട്ടാ, ഇയാളെ എനിക്ക് വിശ്വാസമില്ല. രണ്ടുപേരും കൂടി ഒരു മുട്ടമ്മൽ പിടികൂടും. ചേട്ടാ, പോയ സ്ഥലം സംഗതി കയ്യിലുണ്ടല്ലോ. രണ്ടുപേരും ഒരു കോഴിമുട്ടമ്മ പിടികൂടിയിരിക്കുകയാണ്. വിടരുത്. വിളിക്കട്ടെ നമ്മുടെ ആളെ. പാമ്പിനെ കോഴിമുട്ട തിന്നാൻ കൊടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഉണ്ട്. അതുവരെ ഒരു വലിയ പരിപാടിയാണ് കാണിക്കാൻ പോണ. അടി സൈതാൻ കെ ബച്ഛേ. മനസ്സിലായോ? ഇത് ഹിന്ദിയാണ്. നല്ല കുട്ടി എന്ന് പറഞ്ഞതാ. ഇതെന്റെ കയ്യിൽ ഒരു മനുഷ്യന്റെ തലയോടാണ്. ഒരുപാട് പാവഞ്ഞ തന്റെ മണ്ടയാണ്. അത് ഇടയിൽ കുടുങ്ങിയത്. രാത്രി മാത്രി കോത്രി കൈയെടുക്കരുത്. ഇളകും എന്തെങ്കിലും ഉണ്ടാവും. കൈയെടുത്താ പിന്നെ നിങ്ങൾ തന്നെ ഇളകാൻ. അടിയിൽ പാമ്പൊന്നാവും. കളയരുത്. ഞാൻ വിചാരിച്ച 2 പേരും ഒരു പോയി എന്തെങ്കിലുമൊക്കെ ഇളക്കം തുടങ്ങും. വേഗം. അപ്പോ ഹിന്ദി പാട്ട് വേണോ, മലയാള പാട്ട് വേണോ, തമിഴ് വേണോ? തമിഴ്. ഏത് ഊതിയാലും കേൾക്കും. തമിഴ് പാട്ട്.
കോഴിമുട്ട അവിടെ വെക്കും. അവിടെ വെച്ചിട്ട് നിങ്ങൾ മാറി നിന്നുകളെയും പാമ്പിനെ തുറന്നു വിടാം. സത്യാണെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ മുട്ട എവിടെ ഏത് പാത്രത്തിനെ വെച്ച് ഇട്ട സാധനം എവിടെ ചങ്ങാതി സത്യം പറയില്ല. എവിടെ പോയി ചേട്ടാ നിങ്ങൾ തപ്പുന്ന സാധനം ഉണ്ടായിരുന്നു? ഹലോ, ഞാൻ ഒരു കാര്യം പറയുള്ളൂ. കൊല്ലത്തെ കാരോ ഇല്ലത്തെ കാരോ അതൊന്നും എനിക്കറിയില്ല. വെച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവമല്ല. അതോ വേറെ നാണം കുറവാണ്. ഞാൻ രാജ്യം ഇറങ്ങണം. അതിനെക്കുറിച്ച് എങ്ങനെ മൂടുമില്ല. മര്യാദയ്ക്ക് കോഴിമുട്ട അല്ല ആൾക്കാർക്ക് നിങ്ങളെ കാത്തിരിക്കാൻ പറ്റില്ല. കോഴിമുട്ട വെക്കാനാവും. നിങ്ങളത് ഞാൻ തന്നോല്ലേ? കാച്ചിക്ക് ആളുണ്ട്, ഇദ്ദേഹമുണ്ട്. തന്നോ? പോയാ പോട്ടെ, പോയാ പോട്ടെ. നമുക്കിപ്പോൾ അത് ഓരോ 5 രൂപ 6 രൂപ ഉള്ളൂ. പോയാ പോട്ടെ. പോയതാ അപ്പതായി കൈ കാണിക്കും. അപ്പൊ സഞ്ചിന് കോഴിമുട്ട ഇല്ല. കേട്ടിക്കോ, ഞാൻ പറയുന്ന പോലെ പറയും. മനുഷ്യന്റെ തലയോടെ കളിക്കാരന്റെ കോഴിമുട്ട പോയാൽ പോകട്ടെ. കാശ് കൊടുത്ത് ഞാനാണ്. ഇയാളെ മുതൽ പോയാൽ പോട്ടെ. അപ്പൊ മുട്ട വിളിക്കണോ വേണ്ടേ? മുട്ട വിളിക്കണം. എത്ര മുട്ട വിളിക്കണം? 1 പോയാൽ എത്ര വിളിക്കണം പറയൂ? ഏത് ചാറാസപ്പൻ്റെ അവിടെ മുട്ട കച്ചവടം ഇയാളെ പണിയുണ്ടോ? ഒരു കോഴിമുട്ട പോയി 50 എണ്ണം. എവിടെ പാലിൻ്റെ അവിടെ മുട്ട കച്ചവടം നല്ല ആളെ. അപ്പൊ എത്ര എണ്ണം വേണം? 50 മതി. എന്നിട്ട് പിടിക്കും 50 കോഴിമുട്ട. മായാജാലം എന്ന് പറയും. മുട്ട മൂടാൻ പറ്റാഞ്ഞിട്ടാണ് സദ്യ തന്നത്. മുട്ട ഉണ്ടാക്കുന്ന മിഷൻ കണ്ടിട്ടില്ല. ഇതാ മാന്ത്രിക പെട്ടി. ഇതാണ് കോഴിമുട്ട ഉണ്ടാക്കുന്ന മിഷൻ. ജാദു കാ പെട്ടി. ഊത് ഒന്നും കൂടെ തുപ്പല്ലടും. എത്ര വാസന പഞ്ചായത്ത് എത്ര ഊത്ത ഊതി? ഒന്നും കൂടി. എത്ര ഊതി? 3 ഊതി. എത്ര മുട്ട വേണം? 50 ശരി. എവിടെ പോയിട്ട് 50 മതിയാ? മാന്ത്രിക പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ 50 കൊള്ളില്ല. എടുക്കുക, കൈ ഇടുക, എടുക്കുക, വെക്കുക, ഇടുക, എടുക്കുക. ഇതാണ് പരിപാടി. ദിലീപേട്ട പറഞ്ഞ മാതിരി ഏതോ സിനിമയിൽ ചാടിക്കളിക്കുന്ന പരിപാടി. അപ്പോ മജീഷ്യൻ മാജിക് കളിക്കുമ്പോൾ പൊതുവേ ഒരു മറവ് വേണം. മറവില്ല. അതുകൊണ്ട് എനിക്ക് താൽക്കാലികമായിട്ട് ഒരു മറവില്ല. ഇത് ഇതിന്റെ ഇപ്പുറത്തെ കോഴിമുട്ടയില്ല, ഇപ്പുറത്തും ഇല്ല. തിരുവനന്തപുരത്തെ ഈ മാജിക് കാണിച്ചോ, അതായത് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ കെറോഫിലെ സംഗീത നാടക അക്കാദമിക്ക് ആവശ്യത്തിന് വേണ്ടി കളിച്ചപ്പോൾ ഒരു സിനിമാ നടി ഈ തുണി കണ്ട ഉടനെ ചോദിച്ചു, സംശയം അത് എനിക്ക് തരുമോ? ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്തിനാണ്? എനിക്ക് സിനിമയിൽ കൊടുത്തിട്ട് ഡാൻസ് കളിക്കാം. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ഫ്രണ്ടേജ് മറിയുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. എപ്പോഴത്തെ ഡയറക്ടർ സിനിമയിൽ അഭിനയിക്കാൻ പെണ്ണുങ്ങളെ റെഡിയായിട്ടുണ്ട്. തുണി പോയാലും കുഴപ്പമില്ല. ഇതാണ് ഇന്ദ്രജാല വിദ്യ. ഈ തുണി ഒന്ന് മെല്ലെ ഒന്ന് പൊന്തിച്ച് നോക്കൂ. കോയിന്റെ മുട്ട എത്ര ഉണ്ടെന്ന് ഈ തലകൊടി സൈത്താൻ കെ ബച്ചേ എല്ലാവരുടെ കണ്ണുകളൊക്കെ ഇട്ട് കൊണ്ടുപോവാ. ഒരു പ്രാവശ്യം തുണി പൊക്കി നോക്കും. എന്താണുള്ളത്? 2 പ്രാവശ്യം തുണി പൊക്കി നോക്കിയിട്ട് നിങ്ങൾ ഒന്നും കണ്ടില്ല. നിങ്ങളാണ് ഭാഗ്യം. ചേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇരിക്കും. ഇവിടെ ഇരിക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൈയിട്ടെടുത്താൽ ഡൗട്ട് തോന്നും. മുട്ട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ട് വെക്കണം. ആദ്യം നിങ്ങൾ എടുക്കുക. ഞാൻ എടുക്കണം, നിങ്ങൾ എടുക്കണം. ഓ, പേടിയുണ്ട്. അപ്പൊ ആദ്യം ഞാൻ എടുക്കണം. മുതൽ പെട്ടിക്കുള്ള കൈ ഓടണോ, ഓടിയ മുട്ട എടുക്കണം. ശരി, മനുഷ്യന്റെ തലയോടെ ഞാൻ ഒന്ന് തപ്പി നോക്കട്ടെ.
എന്നെ കൊണ്ട് നിനക്കൊക്കെ കൈയടിപ്പിക്കാനുള്ള പരിപാടി ചെയ്തല്ലോ. ആരടി അതെയാ തന്നെയാണോ നിങ്ങൾക്ക് സംശയം തോന്നും. അപ്പം മുട്ട തന്നെയാണ് സംശയം തീർന്നു. ഞാൻ നിങ്ങളുടെ മൈൻഡ് വെച്ചാൽ വിഷം ഒഴിച്ചു കൊടുത്തു പറഞ്ഞു. നിങ്ങൾ രണ്ടാം പ്രാവശ്യം ഉള്ളിൽ കൈയിട്ടിട്ട് നിങ്ങളൊരു മുട്ട എടുത്തു കൊടുക്കും. ഞാൻ ഇറങ്ങി പോയപ്പോ ഹലോ ഞാൻ ഒച്ചട്ടാ നിങ്ങൾ ഇതിനെ ചാടി പാമ്പോ ഏതിന് ഇതിന് പാമ്പോ? ഇപ്പൊ തന്നെ ഞാൻ കോഴി മുട്ട എടുത്തത്. നല്ല ആളാണ്. പാമ്പുണ്ടെന്നാ പറയുന്നത്. സത്യത്തിൽ പാമ്പ് കണ്ടോ? ഉറപ്പാ? നിങ്ങൾ നോക്കിട്ട് നിങ്ങൾ മാത്രം വെള്ളം പറയുന്നത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തുനിന്ന് ചേട്ടാ ലേശം മാറി നിൽക്കുന്ന ആണ് പെണ്ണാക്കണ പരിപാടിയില്ലേ. ലേശം നീ എനിക്ക് കുറച്ചുകൂടി അങ്ങോട്ട് ഈ രവിച്ചേട്ടാ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട് പറഞ്ഞു. എത്ര വലിയ പാമ്പുണ്ട്? ചേട്ടാ കള്ളം പറയുന്നത് സത്യം വേണം. നിങ്ങൾ കണ്ടോ പാമ്പ്? കണ്ടോ? നിങ്ങൾക്ക് വയസ്സിന് മൂത്തവരായ ആൾക്കാരോട് പറഞ്ഞാൽ അവർ കണ്ടാൽ സത്യം പറയും. നിങ്ങൾ പാമ്പ് കണ്ടോ? നല്ല നോക്കിട്ട് പറയും. നിങ്ങളില്ല പറഞ്ഞു. ആര് പറഞ്ഞു? ഞാനല്ല ഇവിടെ പറയില്ല. നിങ്ങളില്ല എന്നിപ്പോ പറഞ്ഞു. ഇല്ല നിങ്ങളില്ല പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ മതി. വയസ്സുകാലത്ത് നുണ പറയാൻ നിൽക്കരുത്. നല്ല നോക്കിട്ട് ഇപ്പൊ ഇല്ല. ഇതുപോലെ ആൾക്കാരെ കോടതിയിൽ കൊണ്ടുപോയെന്നെല്ലാം പറയുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ തന്നെ ഏതായാലും ചേട്ടാ നിങ്ങൾ പാമ്പ് കണ്ടോ? തൊട്ട് നോക്കിയോ? പാമ്പ് ഇല്ല. അപ്പൊ പാമ്പ് ഇല്ലാന്ന് മോളെ പാമ്പെടുത്ത നോക്കും. നിങ്ങളൊക്കെ ഒരു കമ്പനിയാണില്ലേ? ഇതാ പാമ്പ്. ഇപ്പൊ ഈ പാമ്പ് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു ശരിക്ക് കണ്ണിന് തോന്നാണ്. അല്ലാതെ പാമ്പല്ലാതെ ആൾക്കാർക്ക് തോന്നുന്ന ഒരു ജാലവിദ്യയാണ്. ഇതേ പാമ്പിന് ഞാൻ ആഫ്രിക്കനെ ഞാൻ ഒന്ന് അടിവിടാൻ പോകുന്നു. ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യും. ഞാൻ അതിനെ വിടാൻ പോകും. തുറന്നു വിട്ടാൽ രണ്ടും കൂടി തുറന്നു വിട്ട് ഓടി നിന്നാൽ മതി, മാറി നിന്നാൽ മതി. ഇതാ വിടാൻ പോവാണ്. ഇനിയാണ് പരിപാടി. ഹലാക്കിന്റെ പരിപാടി ഞാൻ ചെയ്യാൻ പോകും. കഴിഞ്ഞ ആഴ്ച ഈ സാധനം പട്ടാമ്പിയിൽ ഓടിയതാണ്. ഓടിയിട്ട് ഒരു വയസ്സായ തന്ത വീണ മൂത്രം ഒഴിച്ചു. അന്ന് പേപ്പറിൽ വന്ന് കാറ്റും നിങ്ങൾക്ക് മഴയൊക്കെ വരാൻ പോകും. ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യും. പൈസ ഉണ്ടല്ല, അവൻ എൻ്റെ ശരീരം കൊണ്ട്. ആരും വലിയവനില്ല അവിടെ. ഏറ്റവും വലിയവൻ ലോകത്ത് ആരാറിയോ? സമൂഹത്തിന് നല്ല കാര്യം ചെയ്യുന്നതാണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്യും. ഞാൻ വടിയെടുത്തോളൂ. വരും, ധൈര്യത്തിൽ വരും. പഠിക്കണ്ട. ഞാനില്ലേ എന്തെങ്കിലും വന്നാൽ കുഴിച്ചിടാൻ. വടി കയ്യിൽ വെച്ചോളൂ. ആ ഇതാണ് വടി പിടിപ്പിക്കാന്ന്. മണ്ണാരം പിടിച്ചത് ചാടല്ലേ ഒരുപാടാക്കല്ലേ. കൈത്താനിക്ക് ബച്ചാ ഇവിടത്തെ ഇത് വിട്ടാൽ നിങ്ങൾ അടിക്കോ? ഈ ജീവിനെ കുറുക്കനാണ്. അത് മൂത്രം ഒഴിച്ചു സാധനം. ഭയങ്കര വാസന. വിട്ടോട്ടെ. വിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടിക്കുമാ കൊല്ലുമാ? ഒരെണ്ണം കൊടുക്കും. നല്ല കുഴപ്പമൊന്നുമില്ല. കട്ടെണ്ണം പോയിരിക്കുക. ഇവിടെ മനുഷ്യനെ കൊന്നാൽ ജാമ്യം കിട്ടും, മാനിനെ കൊന്നാൽ ജാമ്യം കിട്ടൂല. ഈ മനുഷ്യനെ കൊന്നാൽ ജാമ്യം കൊടുക്കുന്ന എന്തിനാ അറിയോ? അവനെ വിട്ടാലാണ് രാഷ്ട്രീയക്കാർ ഇനി ഒരാളെ കൊല്ലാൻ പറ്റും. വിടട്ടെ പാമ്പിന്? വിടാം. എന്നെ കടിക്കരുത്. ഞാൻ പാവപ്പെട്ട ആളാണ്. എന്നെ കടിച്ചാൽ കുഴിച്ചിടാൻ കാശില്ല. കടിക്കാൻ പൂതിയുണ്ടെങ്കിൽ ഞാൻ ചില ആൾക്കാർ പറയാം അവരെ കടിച്ചാൽ മതി. അതാരാണ് ചോദിക്കും. 2000 രൂപ കടം കൊടുത്തിട്ട് 250 രൂപ പൈസ വാങ്ങുന്നവരെ കണ്ടാൽ ഡബിൾ കടിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു അണ്ണൻ ചോദിച്ചു, എന്നാണ് എൻ്റെ മാർഗ്ഗം சொல்றீங்க? പലിശയ്ക്ക് കാശ് കൊടുക്കുമ്പോൾ പേടിക്കണം. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ അപകടത്തിൽ കൊണ്ടുപോയി ചാടും. വിടട്ടെ? കടിയല്ലേ? ചേട്ടാ ഇവിടെ വരുമ്പോൾ പിടിക്കണം കേട്ടോ. ഇലകല്ലേ ഇരിക്കും.
നിങ്ങൾ എത്രയോ മാജിക് കണ്ടിട്ടുണ്ടാവും. ജാലവിദ്യകൾ എടുത്തിട്ട് ഓടരുത്. 2000 ആണ്, അതുകൊണ്ടാണ്. ഈ 2000 റുപ്യ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അടിപൊളി ഒരു രാജവെമ്പാലയായി മാറാൻ പോവുക. മാന്ത്രിക വിദ്യ എങ്ങനെയാണ് ജീവനാവും ഇതാ ഒന്ന് കാണണം. ഈ കൊട്ടൻ്റെ ഉള്ളിൽ പാമ്പോ അപകടമായ ജീവികളോ ഒന്നും ഇല്ല. കാലിക്കൊട്ട. ഈ പരിപാടി ഞാൻ കാണിച്ചപ്പോൾ ഒരു ദിവസം ഒരു വാട്സപ്പിൽ വന്നിരിക്കുന്നു. മാജിക്കിനെ കുറിച്ച് അറിയാത്ത ആളാണ്, എന്തോ അറിയില്ല. അൻസുഖാന്റെ കൊട്ട കാണിച്ചില്ലല്ലോ, ഭയങ്കര വിഷമായി പോയത്. എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് അത് മാങ്കോട്ട് കാണിക്കുമ്പോൾ കൊട്ട കാണിക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇത് എന്തുണ്ട്, ദുബായൊക്കെ കാണാൻ ഇവിടെ നോക്കിയാൽ കണ്ടില്ലേ, കോട്ടയാണ്. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇത് എന്തിനാ പറഞ്ഞറിയോ, അത് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരുപാടായിട്ട് കാണിച്ചത്. അതുകൊണ്ട് ഈ ഡയലോഗ് പറയേണ്ട ആവശ്യം വന്നത്. ഇതാ പണം മുടക്കി സിനിമ ഇറക്കിയിട്ട് അവസാനം സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി പോകണം പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഇതാ സ്ഥിതി. ബസ് ജാവ് ജൽദിസേ, ഉള്ളിലെ പോ. ഇപ്പം തുണിയിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കൊട്ട ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് മൂടാൻ പോവാണ്. എല്ലാവരും കാണാം. ഇനി എന്തെങ്കിലും സംശയം കൊട്ടയുടെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഈ കൊട്ടൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് ഒന്നുമില്ലല്ലോ. അവിടെ ഒന്നുമില്ലല്ലോ. ഇതിനകത്ത് കാലിയല്ലേ, കാലിക്കൊട്ട. തിരിച്ച് കൈ വെക്കാതെ പിന്നെ എങ്ങനെ പൊന്തിക്കും? അല്ല, തിരിച്ച് കാണിക്കാൻ പറ്റില്ല. എന്ത് തിരിക്കണം? കൊട്ട തിരിക്കണം. നിങ്ങൾ പറഞ്ഞത് ചെയ്തോളൂ. കൊട്ട മറിച്ച് കാണിക്കണം. എങ്ങനെ മറിച്ച് കാണിക്കണം? ഞാൻ തലകുത്തി മറിയണം. കൊട്ട സംഗതി ശരിയാണ്. സംശയം ഭയങ്കരമാണ് കേട്ടോ. കേട്ടോളൂ നിങ്ങൾ. സ്വന്തം ഭർത്താവിനെ സംശയപ്പെട്ട ഒരു കുഴപ്പമില്ല. ഭർത്താവ് എവിടെ പോയിട്ട് വന്നാലും ഒരു വിഷയമില്ല. ഭാര്യ എവിടെയെങ്കിലും പോയിട്ട് എന്നാ പെട്ടു, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുമില്ലെങ്കിലും സംശയം അപകടമാണ്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറയുന്നത് അറിയോ? സംസുക്ക, നിങ്ങൾ ഈ കൊട്ട ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ കാണിച്ചു, ഒന്നുമില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു. ഇവിടുന്ന് എന്തോ ഇതിൻ്റെ അകത്തേക്ക് തള്ളിക്കൊടുത്ത് പിന്നീട് ഈ കൈ അടിയിൽ താങ്ങി പിടിക്കുന്നതിനാണ് എന്തും സംശയമാണ്. കൈ അടച്ചു പിടിച്ചാൽ എന്തോ ഉണ്ട്, തുറന്നു വിട്ടാൽ ഒന്നുമില്ല. ഇതാ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കോളി. സത്യമായിട്ട് പറയാം, ഒന്നുമില്ലല്ലോ. ഏത് കൈ എടുക്കണം? ഈ കൈ ഞാൻ എടുക്കണം. ഈ കൈ എടുക്കണം. ഇത്രയല്ലേ ഉള്ളൂ. രാജ്യം പറഞ്ഞ രണ്ട് കൈ എടുത്താൽ ഞാൻ എങ്ങനെ ചേട്ടാ ഊണ് കഴിക്കാം? സത്യത്തിൽ ഒന്നുമില്ല. കാലിക്കൊട്ടയും വെച്ചിട്ട് ഈ കൈ താങ്ങിപ്പിടി എന്തിനൊരു കളിക്കൊരു മൂട് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. ഇതാ ഇനി ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാലും വരും, അത് വേറെ കാര്യം. ഇപ്പൊ എങ്ങനെ കാണിക്കും? അടുത്ത ട്രിപ്പ് ഞാൻ മാജിക്കിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ കൈ താങ്ങുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പൊ ഇല്ലാന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വന്നത്. ഇതാ ഞാൻ മുകളിൽ കൂടാണ്. ഇതെൻ്റെ അമ്മായിമ്മ വാങ്ങിച്ചെന്ന പുതപ്പാണ് ബാംഗ്ലൂരിന്ന്. മരിമാനെ എവിടെയെങ്കിലും പോയിച്ച് മൂടുമ്പോൾ ഇത് മൂടിയാൽ മതി. ഇതാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന സാധനം എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 2000 2000 നോട്ട് ഒരു പാമ്പാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. പാമ്പ് എങ്ങനെ ആകും? ഇതാ ഒന്ന് കാണണം. തുണി മൂടുമ്പോൾ സംശയമാണ്. തുണിയൊക്കെ വെച്ചിട്ട് സംസുക്ക മടിയിൽ എന്തോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും മജീഷ്യന്റെ മുമ്പിലും പറയില്ല, എവിടെയും പറയാൻ പാടില്ലെന്ന് മജീഷ്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം തുണിയിലുണ്ട്, അവിടെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയരുത്. അവർ പൊട്ടന്മാരായി അങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങൾ എന്തിനാ അത് തെളിയിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ഞങ്ങൾ തെങ്ങമ്മ പറഞ്ഞ പോലെ എപ്പോഴും അത് പറയേണ്ടത് പറഞ്ഞേ പറ്റും. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മ മടിയിലൊന്നുമില്ല, ഈ തുണിയിലും ഒന്നുമില്ല, പാമ്പൊന്നുമില്ല. ഇതിവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ മടിയിലും പാമ്പല്ല. ഇവിടെ എവിടെ പാമ്പുണ്ടെങ്കിലും കാണും. ഇതാ ഈ കൊട്ടൻ്റെ ഉള്ളിൽ ഞാൻ ഒരു 1000 2000 നോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും 1000 കിട്ടും തോന്നുന്നില്ല, ഇനി വന്നുകൂടാന്നില്ല. ഇതാ ഒരു 2000 വെച്ചിട്ടുണ്ട്. ഇതൊരു പാമ്പാവും, കണ്ടോളി. വലിയ പാമ്പാണ്. ഇതാ ഞാൻ പറഞ്ഞു, കറക്റ്റ് ഓടുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്നത്. കറക്റ്റ് ഓടുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്നത്. നെഞ്ചൊന്നും ഇടിച്ചു. റബ്ബറാണ്, ഇത് പാമ്പല്ല കേട്ടോ.
സത്യം പറഞ്ഞ അതൊന്നല്ല കളി. നിങ്ങൾ തന്നെ ആലോചിച്ചാ പോരെ. മുതലാളി എന്ത് നിങ്ങൾ ആലോചിച്ചാ പോരെ. 2000-ന്റെ നോട്ടൊക്കെ ഒരു പാമ്പ് പോലെ ആക്കാണെങ്കിൽ ഇന്ന് എന്റെ ഉമ്മയും പാപ്പയും മരിച്ചുപോയി. അവർക്ക് ജീവൻ കൊടുത്തൂടെ എനിക്ക്? ഇതൊക്കെ വിദ്യയാണ്. അതൊന്നല്ല വിദ്യ. നിങ്ങൾ ഇത്ര നേരം കാണാൻ പോണ വിദ്യ ഇതാ കണ്ടു. ഇതാണ് ജാലവിദ്യ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ജാലവിദ്യ ഇതാണ്. അല്ലാതെ പാമ്പ് നോട്ട് പാമ്പാക്കണല്ല. നിങ്ങൾക്ക് അതൊരു കോമഡി ആയിട്ട് മാറ്റാം. ഇതാ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. എന്നെ മാത്രം നോക്കിയാൽ പോരാ, ഇവിടെയും ശ്രദ്ധിക്കണം. എന്നെ നോക്കിയാൽ ഞാൻ നിങ്ങളുടെ കണ്ണിൽ പൊടിയും, അത് വേറെ കാര്യം. ഇതാ സ്പെയിൻജി മേ ആം കാ ഗുട്ട്ലി കമലിലെ മാങ്കാ പൊട്ടെ മാങ്ങാണ്ടി. ഇവിടെ തിരുവനന്തപുരം ഭാഗം ഈ കൊല്ലം ഭാഗത്തൊക്കെ ഇതിന് എന്ത് പേര് പറയുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ അവിടെ വെക്കാൻ പോവാണ്. സംശയം നമുക്ക് തീർക്കാൻ പോവാ. മാങ്ങ എന്തിയാണോ ഇല്ല എന്നുള്ളത് തെളിവ്. ഇതാ ഒരു മാങ്ങ അണ്ടി, ഒരു മാങ്ങയുടെ അണ്ടിയാണിത്. മരത്തിന്റെ പീസ് ഒന്നല്ല. ഇതാ ഒരു മാങ്ങ അണ്ടിയാണ് അല്ലേ? സംശയമില്ലല്ലോ. കറക്റ്റ്